മറ്റൊന്ന് ഞെട്ടിക്കുന്ന കാര്യം വീണ്ടും ഉയരുന്നു ക്രൂഡ് ഓയിൽ വില എന്നതാണ്. അതായത് ക്രൂഡ് ഓയിലിൻ്റെ വില ഇടക്കാലത്തെ ഒരു വിലക്കുറവിന് ശേഷം വീണ്ടും ഉയരുന്നു. $100 കടക്കുകയാണ് ബാരലിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ബ്രെന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ വീണ്ടും ആശങ്കയിലാഴ്ത്തി എന്നതാണ് സാഹചര്യം. ബ്രെന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $100 കടന്നതോടെ ഇന്ധന പണപ്പെരുപ്പം വീണ്ടും രൂക്ഷമാകുന്ന ആശങ്കയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഗുരുതരമായി തന്നെ ബാധിക്കും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ഏറ്റവും വലിയ വിലക്കയറ്റങ്ങളിൽ ഒന്നായിട്ടാണ് ഈ പുതിയ മുന്നേറ്റത്തെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കങ്ങൾ ശക്തമായതോടെ എണ്ണവിലയിൽ യഥാർത്ഥത്തിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പുതിയ സംഘർഷ സാഹചര്യങ്ങൾ ഈ എണ്ണവില വീണ്ടും ഉയർത്തുകയാണ്. ഹോർമുസ് അതിൻ്റെ ഗതാഗതം പഴയപടി വന്നതാണ് വില കുറയാൻ ഈ സമീപ ദിവസങ്ങൾ കാരണമായതെങ്കിൽ ഇത്തവണ ഹോർമുസ് കടലിടുക്കിന് പുറമെ മറ്റ് ചില ഘടകങ്ങളും എണ്ണവില ഉയരുന്നതിനെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ 6 വർഷത്തെ എണ്ണവിലയുടെ ചാഞ്ചാട്ടം ഒന്ന് വേഗത്തിൽ പരിശോധിക്കാം. നോക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. 2020 കാലഘട്ടം തൊട്ട് 2026 വരെ ഉള്ള കാലഘട്ടത്തിലെ എണ്ണവിലയുടെ ചാഞ്ചാട്ടം ഈ സ്കെയിലിൽ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് വ്യക്തമാക്കാം. 2020 ഒരു അസാധാരണ സാഹചര്യം ലോകത്ത് രൂപപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, കോവിഡാണ്. കോവിഡ് പ്രതിസന്ധി കാലത്ത് ഇന്ധനത്തിൻ്റെ ഉപയോഗം വലിയ രീതിയിൽ കുറയുകയും വലിയ രീതിയിൽ എണ്ണ കെട്ടിക്കിടക്കുന്ന സാഹചര്യം വന്നു. സംഭവിച്ചതോ എണ്ണയുടെ വില വലിയ രീതിയിൽ കുത്തനെ ഇടിഞ്ഞു. അങ്ങനെ ബാരലിന് വെറും $20 പോലും അന്ന് എണ്ണ കിട്ടുമെന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നതായിരുന്നു 2020 സാഹചര്യം. പക്ഷേ 2 വർഷത്തിനിപ്പുറം സാഹചര്യങ്ങൾ മുഴുവൻ മാറിമറിയുകയാണ് ചെയ്തത്. അതായത് 2022 എത്തിയപ്പോഴേക്കും റഷ്യ ഉക്രൈൻ യുദ്ധം എന്നൊരു പുതിയ സാഹചര്യം രൂപപ്പെടുന്നു. ഇതോടുകൂടി സംഭവിക്കുന്നത് 120 മുകളിലേക്ക് ബാരലിന് ഡോളർ വില ഉയരുന്നു എന്നതാണ്. $120 മുകളിലേക്ക് വില ഉയരുന്നു എന്നതാണ് സാഹചര്യം. നോക്കൂ, 2 വർഷം കൊണ്ട് എണ്ണ വിലയിൽ ഉണ്ടായൊരു വലിയ കുതിച്ചുചാട്ടമാണ് സംഭവിക്കുന്നത്. പക്ഷേ പിന്നീട് 2023 മുതൽ 2025 വരെ ഏറെക്കുറെ സമാധാനപരമായ ഒരു സാധാരണ ലോക സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. അതോടുകൂടി 120 മുകളിലേക്ക് പോയ എണ്ണ വില കുറയുന്നു. അത് റേറ്റ് 70 അല്ലെ 90 ഈ ഒരു റേറ്റിൽ ഏറെക്കുറെ ചാഞ്ചാടി ഇങ്ങനെ നിൽക്കുന്നു എന്നതായിരുന്നു സാഹചര്യം. 2023 മുതൽ 2025 വരെയുള്ള 2 വർഷത്തെ ചിത്രമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും അന്ന് ഈ കാലഘട്ടത്തിൽ ഏറെക്കുറെ സ്ഥിരമായി എണ്ണവില പൊയ്ക്കൊണ്ടിരിക്കുന്നു. ലോകക്രമത്തെ കാര്യമായി അത് സ്വാധീനിക്കാതെ സാമ്പത്തിക ക്രമങ്ങളെയൊന്നും വലിയ ചാഞ്ചാട്ടമൊന്നും ബാധിക്കാത്ത രീതിയിലുള്ള ഏറെക്കുറെ തുല്യമായ രീതിയിലേക്ക് എണ്ണവില പോവുകയായിരുന്നു സാഹചര്യം. പക്ഷേ 2026 ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ സംഭവിക്കുന്നതാണ് പശ്ചിമേഷ്യൻ സംഘർഷം. ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ ഇങ്ങനെ 3 ചേരികളിലായി നിന്നുള്ള വലിയ ഏറ്റുമുട്ടലുകൾ. അതിൽ നിർണായക ഘടകമായത് ഹോർമുസ് തന്നെയാണ്. സംഭവിച്ചെന്താണെന്ന് നോക്കുക. അതോടുകൂടി എണ്ണവില 70 നിന്നും 100+ ഉയരുന്നു എന്നതാണ് സാഹചര്യം. ഇതിനിടയിൽ 100 കടന്ന എണ്ണവില ഒരു ഘട്ടത്തിൽ സമാധാന ശ്രമങ്ങൾ ഉണ്ടായതോടുകൂടി ഹോർമുസിൻ്റെ ഗതാഗതം പഴയപടിയിലായതോടുകൂടി വീണ്ടും കുറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. നമുക്കടക്കം ഇന്ത്യയിലടക്കം അതിൻ്റെ പ്രതിഫലനങ്ങൾ പല രീതിയിൽ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ച് 100 മുകളിലേക്ക് എണ്ണവില കുതിക്കുകയാണ്. അതൊരു പക്ഷേ 120 എത്തിയാലും അത്ഭുതമില്ല എന്ന അവസ്ഥയിലേക്കാണ് സാഹചര്യങ്ങൾ നീളുന്നത് എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് മുന്നിൽ ഉണ്ടാകുന്ന വെല്ലുവിളി ഒട്ടും ചെറുതല്ല എന്നതാണ് സാഹചര്യം. എന്താണ് ഈ യഥാർത്ഥത്തിൽ എണ്ണവില ഇപ്പോൾ ഇത് ഉയരുന്നതിൻ്റെ കാരണം? ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്കയും ലോകത്തിലെ പ്രധാനപ്പെട്ട എണ്ണക്കടൽ പാതകളായ ഹോർമുസ് കടലിടുക്കിനെയും ചെങ്കടൽ മേഖലയിലെയും സുരക്ഷാ ഭീഷണിയുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടാവുന്ന ഈ വിലക്കയറ്റം. അതായത് പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ വിലക്കയറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയാണ് അന്താരാഷ്ട്ര വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്നത്. അതാണ് ഇപ്പോഴുണ്ടാവുന്ന സാഹചര്യം. നന്ദന നമുക്കൊപ്പം ചേരുന്നുണ്ട്. നന്ദന, ലോകത്ത് എണ്ണവില വലിയ രീതിയിൽ പ്രതിസന്ധിയിലായതാണ് ഈ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം. ഇപ്പോൾ രൂപപ്പെടുന്ന പുതിയ സാഹചര്യം, അതായത് ട്രംപിൻ്റെ അടക്കമുള്ള പുതിയ പ്രസ്താവനകൾ വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. എന്താണിപ്പോൾ ഇന്ധനവിലയുടെ സാഹചര്യം? 100 കടക്കുമോ? അത് സംബന്ധിച്ച സൂചനകൾ എങ്ങനെയാണ്?
സജിത്, ചെങ്കടലിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ മറ്റു പ്രധാന സമുദ്രപാതകൾ കൂടി അടഞ്ഞേക്കുമോ എന്ന ഭീതി ഉയർന്നതോടെ ക്രൂഡ് ഓയിൽ വില 6.2% ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പ്രധാന കയറ്റുമതി പൈപ്പ് ലൈൻ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് കസാക്കിസ്ഥാൻ താത്കാലികമായി ഉൽപ്പാദനം കുറച്ചതും വിപണിയിൽ എണ്ണ ലഭ്യത കുറയാൻ വളരെ കാരണമായിട്ടുണ്ട്. ചെങ്കടലിൽ 2 സൗദി എണ്ണക്കപ്പലുകളെ ലക്ഷ്യമിട്ടതായി ഇറാൻ അനുകൂല ഹൂതി സേന അവകാശപ്പെട്ടതിനെ തുടർന്ന് മെയ് മാസത്തിന് ശേഷം ആദ്യമായാണ് ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില $100 മുകളിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നത്. $100 മുകളിലേക്ക് എണ്ണവില എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. സജി, അതാണ് സാഹചര്യം. ലോകക്രമത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് എണ്ണവില ഉയരും. 100+ എന്നത് 120 വരെ പോയാലും അത്ഭുതമില്ല എന്നത് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പാണ്. അങ്ങനെയെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധികളാണ്. ഇന്ത്യയിൽ നിന്നും നമ്മൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യക്രമങ്ങളെ പോലും ബാധിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് രൂക്ഷമാകുന്ന അവസ്ഥയുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ഇത് പോയേക്കാം എന്നതാണ് സൂചനകൾ. ഒരു തരത്തിലും നമുക്ക് മുന്നിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ സമാധാന ശ്രമങ്ങൾ മുന്നിലില്ല. കൂടുതൽ സംഘർഷ സാഹചര്യങ്ങളാണ് ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.